തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറി ചെറുവയ്ക്കലിന് സമീപമായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയുള്ളത്. ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകാര്യത്ത് നിന്ന് ആക്കുളം പോകുന്ന ഒരു മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്ററിനകത്തുള്ള 100-150 മീറ്റർ അത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചെറുവയ്ക്കലിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വലത്തോട്ട് സ്വാതി തിരുനാൾ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും. അതിങ്ങനെ ജസ്റ്റ് കയറി ലാസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി ടോട്ടലായിട്ട് 5.1 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വിലയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് ഏകദേശം ഒരു 20 വർഷത്തിനകത്ത് പഴക്കമുണ്ട്. പക്ഷേ റീസെൻ്റായിട്ട് ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അതകത്ത് കയറി കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ കാണുന്ന പോലെ നമുക്ക് 2 വണ്ടികളൊക്കെ മുന്നിൽ പാർക്ക് ചെയ്യാവുന്ന സ്ഥലം കിട്ടും. ഒത്തിരിയധികം ഗാർഡനിങ് വർക്കൊക്കെ നമുക്ക് വീട്ടിൽ ചുറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. നമുക്കിവിടെയൊക്കെ സ്ഥലവില തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് വരുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. നമുക്ക് ആ ഒരു സ്ഥലവിലയ്ക്ക് ഏകദേശം വീടിന് ചെറിയൊരു വിലയും കണക്കാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ വില ഇതിനകത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ്, ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ, ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് ചേർത്ത് വാങ്ങിയെടുക്കാം. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത്. മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത് ഇതുപോലെ ഒത്തിരിയധികം സ്റ്റോറേജ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചിമ്മിനിയും ഹോബും സംഭവങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇവിടെ ആയാലും ഈ കാണുന്ന പോലെ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജെല്ലാം വെക്കാൻ സാധിക്കും. പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ സൈഡിലായിട്ട് ഇതുപോലെ നടച്ചെടുത്ത് ഒരു സ്റ്റോർ റൂം കണക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്ന പോലെ ഒരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നീറ്റ് കണ്ടീഷനിൽ തന്നെയാണുള്ളത് കേട്ടോ. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇതിനകത്തെല്ലാം ഉള്ളത്. നമുക്കല്ലാണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതിലായാലും കട്ടിലും സംഭവങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഈ താഴത്തെ ബെഡ്റൂം ആയാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് ഈ ലാൻഡിങ്ങിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ നമുക്കിവിടെ വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് അറ്റത്ത് പോയിട്ടാണ് ടെറസിലേക്കുള്ള എൻട്രി വരുന്നത്. ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ നല്ല നല്ല വീടുകളുള്ള അടിപൊളി ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത്. ഈ ഒരു നിലയിലും നമുക്ക് ഈ ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിതുപോലെ കബോർഡെല്ലാം ഇതിനകത്തായിട്ട് വരുന്നുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നല്ല നല്ല പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ പിന്നീട് അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇതിനകത്തായാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. അതായത് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഇത് നമ്മുടെ കോമൺ ബാത്റൂം പ്രയോജനപ്പെടുത്താം. കബോർഡ് വർക്ക് എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ശരിക്കും ഒരു ഓപ്പൺ ടെറസ് തന്നെ ഇങ്ങനെ കവർ ചെയ്തെടുത്ത് അവിടെയും സീലിംഗ് എല്ലാം കൊടുത്ത് AC എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കൊരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആക്കി മാറ്റിയിരിക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കും ഒരു പുതിയൊരു റൂം വീണ്ടും ഇറക്കി ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. AC പോലുള്ള സംഭവങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ മേളത്തെ നിലയിൽ നമുക്ക് 3 ബെഡ്റൂംസാണ് വരുന്നത്. നമുക്കിവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളിലും അതുപോലെ തന്നെ ഈ കാണുന്ന കോമൺ സ്പേസിലും എല്ലാം തന്നെ AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ ഫർണിച്ചർ എല്ലാം അടക്കമാണ് ഇതിനകത്ത് വിൽപ്പനയ്ക്കുള്ളത്. ഇത് നല്ലൊരു സ്പേസാണ്. നമുക്ക് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് വന്നിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. ACയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചില്ലായിട്ടിരിക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചാൽ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ലയോള സ്കൂള്, കോളേജ്, അതുപോലെ ശ്രീകാര്യം ജംഗ്ഷൻ അടുത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ആക്കുളം വഴി നമ്മുടെ ബൈപ്പാസിലേക്ക് കയറാൻ സാധിക്കും. അവിടെ നിന്ന് ലുലു മാളോ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ടെക് സ്ഥാപനങ്ങളോ അവിടേക്കെല്ലാം ഈസി ആക്സസ് ആണ്. അതുപോലെ തന്നെ എയർഫോഴ്സ് സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്താണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. ആ രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ഇതിന് ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.